ഏതെങ്കിലും വനനിയമങ്ങളുമായി ബന്ധപ്പെട്ട വനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യം ചെയ്തുവെന്ന് സംശയം തോന്നിയാൽ വാറണ്ട് കൂടാതെ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അധികാരം ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന റേഞ്ച് ഓഫീസറുടെ താഴെയുള്ള ആൾക്ക് നൽകിക്കൊണ്ട് ഇപ്പോൾ എനി ഫോറസ്റ്റ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് എ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ may without an order from order or without a warrant from magistrate arrest and detain any person എന്നാണ് പറയുന്നത്. വളരെ അപകടകരമായ ഇത് സംഭവിക്കാൻ പോകുന്നത് അതിഗുരുതരമായ അധികാര ദുർവിനിയോഗം, അല്ലെങ്കിൽ തന്നെ വനയോര മലയോര മേഖലയിലുള്ള പാവപ്പെട്ട കുടിയേറ്റ കർഷകൻ ഇന്ന് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പീഡനം, അവരുടെ ഹറാസ്മെൻറ്റ് സഹിക്കേണ്ട അവസ്ഥയിലാണല്ലോ. സാധാരണ കർഷകനെ, കുടിയേറ്റക്കാരനെ, പാവപ്പെട്ടവനെ, നിസ്സഹായനായിട്ടുള്ളവരെ ഈ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഇപ്പം തന്നെ നിയമം വിട്ട് ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള അധികാരങ്ങൾ നൽകി അവരെ വീണ്ടും ഞാൻ ബലമായി സംശയിക്കുന്ന ഒരു കാര്യം, ഈ മലയോര വനയോര മേഖലയിലെ ആളുകളെ കുടിയിറക്കാനുള്ള ഒരു അലിഖിതമായ ഒരു പദ്ധതി നടപ്പിലാക്കുവാനോ സംശയമുണ്ട്. കാരണം നിരവധി നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസവും ഞങ്ങളുടെ നാട്ടിൽ കാട്ടാനയുടെ അക്രമത്തിൽ എന്ന് പറയാൻ വേണ്ടി കാട്ടാന പിഴുതെറിഞ്ഞ ഒരു മരം വന്ന് വീണ് ഒരു പെൺകുട്ടിയുടെ ദാരുണമായ അന്ത്യം ഉണ്ടായി. അതിനു മുമ്പ് നിരവധിയായ കാട്ടാന ആക്രമണത്തിലെ മരണങ്ങളുണ്ടായി. ഇതെല്ലാം നിയമസഭയിൽ ഉന്നയിച്ച് ഞങ്ങൾ ലളിതമായിട്ട് ഇതിന് പരിഹാരം കാണാൻ ഫോറസ്റ്റ് ഫെൻസിങ് എങ്കിലും ചെയ്യണമെന്നാവശ്യപ്പെട്ടു. ഫോറസ്റ്റ് ഫെൻസിങ് എങ്കിലും ചെയ്യണമെന്നാവശ്യപ്പെട്ട് പലവട്ടം ഈ സർക്കാരും മുഖ്യമന്ത്രിയും വനം മന്ത്രിയും നിയമസഭയിൽ മറുപടി പറഞ്ഞു, ഇതെല്ലാം ചെയ്യും. മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാകുകയും ഫോറസ്റ്റ് ഫെൻസിങ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ കേരളത്തിൽ ഒരിടത്തും വനമേഖലയിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഫോറസ്റ്റ് ഫെൻസിങ് നടത്താൻ ഈ സർക്കാർ തയ്യാറല്ല. ഇനി മറ്റൊരു കാര്യം ഞങ്ങൾക്ക് പ്രകടമായ സംശയം തോന്നുന്നു, കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അവരുടെ പണം മുടക്കി ഫെൻസിങ് ചെയ്യുന്നതിന് വേണ്ടി അനുമതി ചോദിച്ചിട്ട് ആ അനുമതി പോലും ഈ സർക്കാർ നിശ്ചയിച്ചു. പണം മുടക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ ഖജനാവിൽ പണം ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മുമ്പോട്ട് വന്നപ്പോൾ അതിന് പോലും അനുമതി നിശ്ചയിച്ച സർക്കാരാണ്. ഇപ്പോൾ കാട്ടാന അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ അതിവ്യാപകമായി ജനങ്ങളെ ഉപദ്രവിക്കുന്നു. കൃഷി എന്ന് പറയുന്നത് അസാധ്യമായി, വനയോര മേഖലയിൽ കൃഷി നടത്താൻ കഴിയാത്ത സാഹചര്യമായി. ഇന്ന് വെറും നിസ്സാര വിലയ്ക്ക് ജനങ്ങൾ ഈ വനയോര മേഖലയിലുള്ള ഭൂമി വിൽക്കാൻ നിർബന്ധിതരാവുകയാണ്.